നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ചില ലോകോത്തര കമ്പനികളിൽ ജോലി നേടുവാനുള്ള ചില അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് IBM ആണ്. IBM നാം അറിയുന്നത് പോലെ ലോകത്തെ തന്നെ ഒരു 100 കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു പ്രമുഖ കമ്പനിയാണ്. കമ്പനിക്ക് നമ്മുടെ കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ്. അതുകൂടാതെ മറ്റു ചില കമ്പനികൾ ആക്സെഞ്ചർ, EXL ഇങ്ങനെയുള്ള കുറെ കമ്പനികളിലെ ജോലിയിലേക്ക് എത്തുവാനായിട്ടും ഒക്കെയുള്ള അവസരങ്ങൾ. അത് വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള IT കമ്പനികളിൽ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള IT എനേബിൾ കമ്പനികളിൽ ജോലി നേടുവാനുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ IBM-ലെ തൊഴിലവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സുന്ദരൻ അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അമേരിക്കയിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് അവസരമുണ്ട്. പലരും ഈ അമേരിക്ക കൺസിഡർ ചെയ്യാതിരിക്കാൻ കാരണം അമേരിക്ക ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്ന ചിന്തയാണ്. എന്നാൽ ഈ UK-യിലും കാനഡയിലും പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാമെന്ന് മാത്രമല്ല, ഇനീഷ്യലി ഒരു 6.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അമേരിക്കൻ പഠനത്തിലേക്ക് എത്താനായിട്ട് കഴിയും. ഡിഗ്രിക്ക് PG പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ഡിഗ്രിക്ക് ഒരു 65% എങ്കിലും മാർക്ക് കാണണം എന്ന് മാത്രം. ഇനി ഡിഗ്രിയാണ് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ +2-ന് മികച്ച മാർക്ക് ഉള്ളവർക്കും ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. IELTS 6 എങ്കിലും നേടിയിരിക്കണം. GRE, GMAT പോലത്തെ പരീക്ഷകളൊന്നും വിജയിക്കേണ്ട ആവശ്യമില്ല. പഠനശേഷം 3 ഇയർ വരെ സ്റ്റേ ബാക്ക് ലഭ്യമാവും. PR ഓപ്ഷൻസ് ഉണ്ട്. ഫാമിലി വിസ പോലെയുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാണ്. പാർട്ട് ടൈം ജോബ് ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തന്നെ ചെയ്യുവാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മികച്ച അവസരം എന്നെ ചൂണ്ടിക്കാട്ടി തന്നത് പ്രമുഖ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഷ്രിൻസ് കൺസൾട്ടൻസി സർവീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 65% ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ അല്ലെ +2-നൊക്കെ ഒരു 70% മേളിലുണ്ടെങ്കിൽ ഈ ഒരു നല്ല അവസരം അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ഷ്രിൻസ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മികച്ച അവസരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ആദ്യം ഞാൻ എഡ്യൂബ്രിഡ്ജ് ഒരുക്കുന്ന ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. എഡ്യൂബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മുംബൈ ആസ്ഥാനമാക്കിയിട്ട് ഒരു 10-13 കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ കൊച്ചിയിലും ഒക്കെ പ്രവർത്തനമുള്ള ഓഫീസുള്ള IIM അലൂമിനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എഡ്യൂബ്രിഡ്ജ് എന്നത്. ഇവരുടെ ഒരു CSR ഇവരുടെ ചില ക്ലയന്റ് കമ്പനീസിന് വേണ്ടിയിട്ട് CSR പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രഷേഴ്സിനുള്ള അവസരമാണ്. ഫ്രഷേഴ്സ് പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരോ പാസ് ഔട്ട് ആവുന്നവർക്കോ ഉള്ള അവസരമാണ്. 24 ബാച്ചിന്റെ, അതായത് ഇപ്പോഴത്തെ ഫൈനൽ ഇയർ റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ 21, 22, 23 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. EXL, Capgemini, ആക്സെഞ്ചർ പോലെയുള്ള കമ്പനികളിലെ അവസരങ്ങളിലേക്കാണ് ഇവർ ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. 24 ബാച്ചിന്റെ റിക്രൂട്ട്മെന്റ് ഈ മാസം അവസാനത്തോടെ ആയിരിക്കും നടക്കുക എന്നാണ് പറയുന്നത്. പാസ് ഔട്ട് ആയിട്ടുള്ളവർ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. പല തസ്തികകളിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ഒന്ന് ഫിനാൻസ് അസോസിയേറ്റ് എന്ന തസ്തികയാണ്. അതിൽ BCom കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഡാറ്റ അനലറ്റിക്സ് ഈ ഒരു മേഖലയിലെ അവസരങ്ങളിലേക്ക് BSc, അത് IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞവർ, അല്ലെ BCA കഴിഞ്ഞവർ, അല്ലെ BTech IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർ, MCA കഴിഞ്ഞവർ, MTech അത് CS, IT, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർ, അല്ലെ MSc IT, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കൊക്കെ ഈ ഡാറ്റ അനലറ്റിക്സ് അവസരങ്ങളിലേക്ക് അപേക്ഷിക്കാം. AWS ക്ലൗഡിലേക്ക് BSc അല്ലെങ്കിൽ BCA അല്ലെ MCA അല്ലെ BTech, MTech ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെ IT സ്ട്രീം ഒഴിച്ച് ബാക്കി ഉള്ള സ്ട്രീമിലുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലേക്ക് BSc, അത് കമ്പ്യൂട്ടർ സയൻസ് IT, അല്ലെ BCA അല്ലെ BTech എന്ന് പറയുമ്പോൾ IT, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അതുപോലെ MCA, MTech, കമ്പ്യൂട്ടർ സയൻസ് IT-കാർക്ക് അപേക്ഷിക്കാം. ഫുൾ സ്റ്റാക്ക് ജാവ ഡെവലപ്പർ, അത് BSc IT, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക്, BCA കഴിഞ്ഞവർക്ക്, BTech, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, MCA, MTech ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുപോലെ BCBF ഉണ്ട്. BCBF എന്ന് പറഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിക്കേറ്റർ, ബിസിനസ് ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞൊരു പൊസിഷനാണ്. അവിടേക്ക് BA, BCom, BMS അങ്ങനെയുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് എഡ്യൂബ്രിഡ്ജ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക.
ഇനി നമുക്ക് IBM-ൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. IBM എന്നുള്ളത് നാം അറിയുന്നത് പോലെ 100-ലധികം വർഷം പഴക്കമുള്ള ലോകത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയാണ്. അവർ പല മേഖലകളിൽ പ്രവർത്തനങ്ങളുണ്ട്. ലോകത്തെ തന്നെ റിസർച്ചിലൊക്കെ ഏറ്റവും മുന്തിയ കമ്പനികളിലൊന്നാണ് IBM എന്നുള്ളത്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ അവർക്ക് പ്രവർത്തനങ്ങളുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതേപോലെ നമ്മുടെ സൗത്തിലെ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, മൈസൂർ ഉണ്ട്, കോയമ്പത്തൂർ ഉണ്ട്. ഇങ്ങനെയുള്ള നഗരങ്ങളിലേക്കൊക്കെ വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഈ ഒരു അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ, ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 2023 പാസ് ഔട്ട് ആയിട്ടുള്ള BE BTechകാർക്കാണ് അവസരങ്ങളുള്ളത്. അത് 60% മാർക്ക് അല്ലെങ്കിൽ 6 CGPA നേടിയിരിക്കണം. അതിന്റെ എലിജിബിൾ ബ്രാഞ്ചസ് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, IT, റോബോട്ടിക്സ്, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്, ഇൻസ്ട്രുമെന്റേഷന്, ഇലക്ട്രിക്കല്, മാത്സ്, കമ്പ്യൂട്ടിങ്, ഇങ്ങനെ കുറെ ബ്രാഞ്ചുകാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആക്റ്റീവ് ബാക്ക്ലോഗ്സ് കാണില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ശമ്പളം 4.5 lakh പെർ ആനം എന്നുള്ളതാണ്. പ്ലസ് ഒരു സെറ്റിലിംഗ് അലവൻസ് എന്ന നിലയിൽ ഒരു 25,000 രൂപയും കൂടി നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഒരു കോഡിംഗ് ടെസ്റ്റ് ഉണ്ട്. IBM കോഡ്നാക് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡിംഗ് ടെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. പിന്നെ ഇന്റർവ്യൂവിന്റെയും കൂടെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടത്തുക. അപ്പൊ ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി December 15 അപ്പൊ ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ആദ്യം നിങ്ങൾ IBM-ന്റെ കരിയർ പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിലായിട്ട് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. അത് IBM-ന്റെ ഒരു ID ഉണ്ട്. ID എന്നാണ് വരിക. നോ റിപ്ലൈ ഡോട്ട് അങ്ങനെ എന്തോ ഒരു IBM റിക്രൂട്ട്മെന്റ് -no reply എന്ന് പറഞ്ഞ ഒരു ID ന്ന് നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ നമ്പരും കൂടി വെച്ചിട്ട് രണ്ടാമതൊരു ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് ആ നമ്പരും കൂടി വെച്ചിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ 2023 BE BTech 60% മാർക്കോടെ കഴിയുന്നവർക്ക് കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനിൽ 4.5 lakh പെർ ആനം ശമ്പളത്തിലേക്ക് എത്തുവാനുള്ള ഒരു മികച്ച അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ നോട്ടിഫിക്കേഷനിൽ പോയോ അല്ലെങ്കിൽ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, അപ്ലൈ ചെയ്യുന്ന എല്ലാവരെയും ഒന്നും ടെസ്റ്റിനോ ഇന്റർവ്യൂവിനോ കമ്പനികൾ വിളിക്കത്തില്ല. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും വിളിക്കുക എന്നുള്ള കാര്യം അറിയുക. അതേപോലെ ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാശ് ഇതിന്റെ പേരിൽ ചോദിച്ചാൽ സൂക്ഷ്മതയോടെ വേണം അതിനെയൊക്കെ ഡീൽ ചെയ്യുവാൻ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഉപകാരം, പ്രത്യേകിച്ച് 2022 23 പാസ് ഔട്ട് വന്നവർക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തരുന്നവരാണ് jobsbridge.com, നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൂടിയൊക്കെ ജോലി ചെയ്യണം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.